ഹലോ സ്റ്റുഡൻസ്, ഇലക്ട്രിക്കൽ ടെക്നോളജിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആൾട്ടർനേറ്ററിൻ്റെ സ്പീഡും പോളും ഫ്രീക്വൻസിയും ജനറേറ്റ് ചെയ്യുന്ന EMFൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ആൾട്ടർനേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൾട്ടർനേറ്ററാണ്. അതിൻ്റെ ഇടയ്ക്കൊരു പോർഷൻസ് ഉണ്ട്, EMF ഇക്വേഷൻ ഓഫ് ആൾട്ടർനേറ്റർ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പീഡും ഫ്രീക്വൻസിയും ദെൻ പോളും തമ്മിലുള്ള റിലേഷൻ പഠിക്കുകയാണെങ്കിൽ അത് ആ EMF ഇക്വേഷനിൽ വരുന്നതുകൊണ്ടാണ് ആദ്യം നമ്മളിത് കവർ ചെയ്തിട്ട് EMF ഇക്വേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് വരുന്നത്. അന്നേരം ഇതിൽ ടു എക്സ്പ്ലെയിൻ ദ സിങ്ക്രണസ് സ്പീഡ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ഫ്രീക്വൻസി. അന്നേരം എന്താണ് സിങ്ക്രണസ് സ്പീഡ്? സ്പീഡ് ഓഫ് ദി ആൾട്ടർനേറ്റർ ഈസ് നോൺ ആസ് സിങ്ക്രണസ് സ്പീഡ്. സിങ്ക്രണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വിധത്തിൽ ആൾട്ടർനേറ്ററിൻ്റെ സ്പീഡിനെയാണ് എന്ത് പറയുന്നത്, സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. അന്നേരം ഈ സ്പീഡ് ശരിക്കും ആൾട്ടർനേറ്ററിലുള്ള നമ്പർ ഓഫ് പോൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. അന്നേരം നമ്പർ ഓഫ് പോൾസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. അത് നമുക്ക് കിട്ടേണ്ട ഫ്രീക്വൻസി, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന EMFൻ്റെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ആൾട്ടർനേറ്റർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ആൾട്ടർനേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആർ സ്റ്റേഷനറി, ദേ ആർ നോൺ ആസ് സ്റ്റേറ്റേഴ്സ്, ആൻഡ് ദർ ഈസ് എ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന പോൾസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദേ ആർ നോൺ ആസ് റോട്ടേഴ്സ് എന്നറിയപ്പെടും. ഇനി നമുക്കറിയാം, നമ്മൾ എക്സൈറ്റിംഗ് ഫീൽഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. എക്സൈറ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റല്ല, നമ്മളിവിടെ എക്സൈറ്റ് ചെയ്യുന്ന ഫീൽഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫീൽഡ് കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്തിട്ട് അങ്ങനെയാണ് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വേറൊരു കാര്യം അറിയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഫീൽഡ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവും. നേരെ പെയർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, നോർത്തും സൗത്തും കൂടി ചേർന്നതാണ് ഒരു പെയർ ഓഫ് പോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരെ നമ്മളിപ്പോൾ ഒരു ആൾട്ടർനേറ്ററിൽ ഒരു 8 പോളുള്ള ഒരു ആൾട്ടർനേറ്ററാണെന്ന് വിചാരിക്കുക. 8 പോളുള്ള, ഇപ്പം നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 4 പോളുള്ള ആൾട്ടർനേറ്ററാണ്. ഇപ്പോൾ 8 പോളുള്ള ആൾട്ടർനേറ്റർ ആണെങ്കിൽ അവിടെ എത്ര പെയർ ഓഫ് പോൾസ് ഉണ്ടാവും? 4 പെയർ ഓഫ് പോൾസ് ഉണ്ടാവും. എന്നും എസും കൂടി ചേർന്നിട്ട് നോക്കുകയാണെങ്കിൽ 4 പെയർ ഓഫ് പോൾ ഉണ്ടാവും. ഇപ്പോൾ 4 പോൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര പെയർ ഓഫ് പോളാണ്? 2 പെയർ ഓഫ് പോളായിരിക്കും. അന്നേരം നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പോൾ എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ പെയർ ഓഫ് പോൾസാണ് എടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് ആൾട്ടർനേറ്റർ എന്ന് പറയുന്നേരം ഇതിൽ ഈ ആൾട്ടർനേറ്ററിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ദർ ഈസ് എ ഫിക്സഡ് റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ സ്പീഡ് or synchronous speed. Speed is also known as synchronous speed. Okay, synchronous speed, poles and frequency. ഇത് തമ്മിലൊരു ഫിക്സഡ് റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. അതിലൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. എല്ലാ ആൾട്ടർനേറ്റീവ് നോക്കുകയാണെങ്കിലും ഒരു ഫിക്സഡ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഇപ്പോൾ എനിക്ക് 60 ഹെർട്സ് ഒരു 60 ഹെർട്സ് ഉള്ള ഒരു EMF ആണ് ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം AC ജനറേറ്ററിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് 50 ഹെർട്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ 60 ഹെർട്സ്. നമ്മൾ പുറത്തുള്ള കൺട്രീസിലൊക്കെ ആണെങ്കിൽ 60 ഹെർട്സ് ഉള്ള ഫ്രീക്വൻസിയുള്ള സിഗ്നൽസാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ആ 60 or 50 ഹെർട്സ് ഏതാണോ വേണ്ടത്, നമുക്ക് ഔട്ട്പുട്ടിൽ ഏത് സിഗ്നൽ ഫ്രീക്വൻസി ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്പർ പോൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് ഓഫ് ദി ആൾട്ടർനേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നേരെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്താണ് വരിക,
ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഓഫ് പോൾസ് നോക്കിയിട്ട് അതിൻ്റെ ഫ്രീക്വൻസി സ്പീഡ് ഓഫ് ദി ആൾട്ടർനേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഇവിടെ ദർ ഈസ് എ ഫിക്സഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ദ റോട്ടർ, ഫ്രീക്വൻസി ഓഫ് ജനറേറ്റഡ് EMF ആൻഡ് ദ നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ്, ഇത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് NS എന്നല്ല എഴുതിയിരിക്കുന്നത് റോട്ടറിൻ്റെ പോൾസാണ്. റോട്ടറിലാണ് പോൾസ് ഉള്ളത്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അന്നേരം ഇതിൽ എത്ര പോൾസ്, N എന്ന് പറയുന്നത് ഒരു പോളാണ്, S എന്ന് പറയുന്നത് വേറെ ഒരു പോളാണ് അല്ലേ. പെയർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് Nഉം Sഉം ചേർന്നതാണ് ഒരു പെയർ ഓഫ് പോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ Nൻ്റെ അടുത്തുള്ള ഒരു X എന്നുള്ള ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. N എന്നുള്ള പോളിൻ്റെ ഒത്ത നടുക്കായിട്ട് സെൻറ്ററിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു X എന്നുള്ള പൊസിഷൻ കൺസിഡർ ചെയ്യും. അതായത് നമുക്കറിയാം ഇതിലുള്ള ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. അന്നേരം ഈ കണ്ടക്ടേഴ്സ് N പോളിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യും. സപ്പോസ് ഇപ്പോൾ മൂവ് ചെയ്യുന്നില്ല, പെട്ടെന്ന് മൂവ് ചെയ്ത് തുടങ്ങുന്ന കണ്ടീഷനാണെന്നിരിക്കുക. ആ സമയത്ത് N പോളിൻ്റെ സെൻറ്ററിൽ വരുന്ന കണ്ടക്ടറിൽ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യും. എന്ത് ചെയ്യും, ആ സമയത്ത് N പോളിൻ്റെ സെൻറ്ററിലാണ് അത് വരുന്നതെങ്കിൽ കണ്ടക്ടർ N പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. Nഉം Sഉം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ ആർമേച്ചർ കണ്ടക്ടർ N പോളിൻ്റെ സെൻറ്ററിൽ വരുന്ന സമയത്ത് ആ ആർമേച്ചർ കണ്ടക്ടറിൽ എന്തായിരിക്കും, മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അതിപ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കാമെന്നിരിക്കുക. നമ്മൾ മാർക്ക് ചെയ്യുന്നത് പോസിറ്റീവ് വോൾട്ടേജ്. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് പോസിറ്റീവായിട്ട് എടുക്കുകയാണെന്നിരിക്കുക. അന്നേരം മാക്സിമം EMF ആയിരിക്കും. മാക്സിമം EMF എന്ന് പറയുന്ന നേരം ഇപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് ഈ AC വേവ് ഫോം ആയിരിക്കും അല്ലേ. ഓക്കെ, അന്നേരം അതിൻ്റെ ഈ പോസിറ്റീവ് മാക്സിമം കിട്ടുന്നത് എപ്പോഴാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, N എന്നുള്ള പോളിൽ വരുന്ന സമയത്ത്, അതിൻ്റെ സെൻറ്ററിൽ ആർമേച്ചർ കണ്ടക്ടർ വരുന്ന സമയത്ത് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെയും ആർമേച്ചർ കണ്ടക്ടർ ഫീൽഡ് കോയിൽസ് എന്ത് ചെയ്യുന്നത്, ഫീൽഡ് കോയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അന്നേരം ഫീൽഡ് കോയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ പ്രാവശ്യം അടുത്തതിൽ എന്ത് ചെയ്യാം, ഈ ആർമേച്ചർ കണ്ടക്ടർ A എന്നുള്ള ഈ രണ്ട് പോളിൻ്റെ നടുക്ക് വരാം. അല്ലേ, രണ്ട് പോളിൻ്റെ Nൻ്റെയോ Sൻ്റെയോ നടുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക X എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. X എന്നുള്ള പൊസിഷനാണ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തത്. അന്നേരം നമ്മൾ പറഞ്ഞു മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യും, കാരണം മാക്സിമം ഫ്ലക്സ് ആയിരിക്കും. ആർമേച്ചർ കട്ട് ചെയ്യുന്നത് മാക്സിമം ഫ്ലക്സ് ആയിരിക്കും. അന്നേരം ഡെവലപ്പ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് പോസിറ്റീവ് മാക്സിമം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി അടുത്ത നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ നടുക്ക് Nനും Sനും ഇടക്കാണെന്നിരിക്കാം. Nനും Sനും ഇടക്ക് വരുന്ന ഏറ്റവും ഫ്ലക്സ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ നിലയിലായിരിക്കും ഫ്ലക്സ് ഉണ്ടാവുക. മിനിമം ഫ്ലക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് എന്താണ് വരിക, 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് മാക്സിമം N പോളിൻ്റെ അടുത്ത് കിട്ടി, ദെൻ 0 ആയി അല്ലേ. ഇനി ഫ്ലക്സ് എവിടെയാണ് വരാൻ പോകുന്നത്, നെക്സ്റ്റ് S പോളിൻ്റെ അടുത്ത്. ഫ്ലക്സ് അല്ല, കണ്ടക്ടർ, ആർമേച്ചർ കണ്ടക്ടർ ഇത് മൂവ് ചെയ്തിട്ടില്ലേ, റോട്ടർ മൂവ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ആർമേച്ചർ കണ്ടക്ടർ അടുത്ത പ്രാവശ്യം എവിടെ എത്തും, B എന്നുള്ള പോയിന്റിലെത്തും. B എന്നുള്ള പോയിന്റിൽ എത്തിച്ചേരും അല്ലേ. അന്നേരം ആദ്യം നമ്മൾ Nൻ്റെ അടുത്ത് കൺസിഡർ ചെയ്തു,
ദെൻ എൻ്റെ അടുത്ത് കൺസിഡർ ചെയ്തു. ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ബീൻ്റെ അടുത്താണ്. ബീൻ്റെ അടുത്ത് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ എസ് പോളാണുള്ളത്. നേരത്തെ എൻ പോളാണെങ്കിൽ ഇപ്പോൾ എസ് പോളാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറി. നമുക്കറിയാം, നമ്മളിപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. അന്നേരം അതിൽ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. വേറെ എന്താണ്, ആർമേച്ചർ കണ്ടക്ടറിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷനാണ്. ദെൻ അടുത്ത ഒരു പിന്നെ തേർഡ് ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദി ഇൻഡ്യൂസ്ഡ് EMF ആണ്. EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, നോർത്ത് പോളിലുള്ള ഡയറക്ഷൻ ആയിരിക്കില്ല സൗത്ത് പോളിലുണ്ടാവുക. സൗത്ത് പോളിൽ വേറെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷേ ഇപ്പോൾ എന്താണ്, മാക്സിമം ഫ്ലക്സ് ആണ് ഇവിടെ ആർമേച്ചർ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർമേച്ചറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എൻ പോളിലുള്ളതുപോലെ തന്നെ മാക്സിമം ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആർമേച്ചർ കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അന്നേരം റോട്ടർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ പോളുകൾ റൊട്ടേറ്റ് ചെയ്യുന്ന നേരം ഫസ്റ്റ് നോർത്ത് പോളിൻ്റെ സൈഡിൽ വരുന്നു, ദെൻ ആർമേച്ചർ കണ്ടക്ടർ മിഡിൽ, ഇത് രണ്ടിൻ്റെ മിഡിൽ വരുന്നു, ദെൻ സൗത്ത് പോളിലെത്തി. സൗത്ത് പോളിലെത്തുന്ന നേരം എന്താണ്, മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം അറിയാം നോർത്ത് പോൾ ആകുന്നേരം നമ്മൾ കൺസിഡർ ചെയ്തത് മാക്സിമം പോസിറ്റീവ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഇനി സൗത്ത് പോളിൻ്റെ അടുത്തെത്തുന്ന നേരം മാക്സിമം വോൾട്ടേജ് തന്നെയാണ്, പക്ഷേ എന്താണ്, നേരെ ഓപ്പോസിറ്റാണ്, നേരെ നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും. നേരെ നോർത്ത് പോളിൻ്റെ അടുത്തെത്തുന്ന നേരം പോസിറ്റീവ് വോൾട്ടേജും സൗത്ത് പോളിൻ്റെ അടുത്തെത്തുന്ന നേരം നെഗറ്റീവ് വോൾട്ടേജും. ഇനി അടുത്ത പോള് നോർത്ത് പോളിൻ്റെ എത്തുന്ന നേരം അടുത്ത സൈക്കിളിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും, ദെൻ സൗത്ത് പോളിൻ്റെ അടുത്തെത്തുന്ന നേരം നെഗറ്റീവ് വോൾട്ടേജ്. ഇങ്ങനെയാണ് നമുക്ക് EMF എവിടെ ഉണ്ടാവുന്നത്, ആൾട്ടർനേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും, ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഫുൾ സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ അല്ലേ. അന്നേരം ഫുൾ സൈക്കിൾ കിട്ടണമെങ്കിൽ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും കവർ ചെയ്തിട്ട് ആര് മൂവ് ചെയ്യണം, ആർമേച്ചർ കണ്ടക്ടർ റോട്ടർ മൂവ് ചെയ്യുന്ന നേരം നോർത്ത് പോളും സൗത്ത് പോളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഫുൾ സൈക്കിൾ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ പെയർ ഓഫ് പോൾസാണ് ഒരു സൈക്കിൾ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ, നേരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. നോർത്ത് പോളിൻ്റെ മിഡിലായിട്ട് ആർമേച്ചർ കണ്ടക്ടർ വരുന്നേരം അവിടെ ജനറേറ്റ് ചെയ്യുന്നത് മാക്സിമം EMF ആയിരിക്കും. ഇനി നോർത്ത് പോളിൻ്റെ സൗത്ത് പോളിൻ്റെ നടുക്കാണ് വരുന്നതെങ്കിൽ, സെൻറ്റർ ഓഫ് ദി നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ആണെങ്കിൽ ഏറ്റവും മിനിമം വോൾട്ടേജ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക. ഇനി സൗത്ത് പോളിൻ്റെ മിഡിലാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, എഗെയിൻ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ നോർത്ത് പോളിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഡയറക്ഷൻ വരിക. സോ നോർത്ത് പോളിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ സൗത്ത് പോളിൽ ജനറേറ്റ് ചെയ്യുന്ന EMFനെ നമ്മൾ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ആൾട്ടർനേറ്റിംഗ് സൈക്കിളിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോർത്ത് പോളിൻ്റെ അടുത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്ന നേരം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എവിടെ നിന്നായിരിക്കും ജനറേറ്റ് ചെയ്യുക, സൗത്ത് പോളിൻ്റെ അടുത്ത്. അതുകൊണ്ട് ഒരു നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ പെയർ ഓഫ് പോൾ ഉണ്ടാവുന്ന നേരം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും, ആൾട്ടർനേറ്ററിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അതാണ് ഇവിടുത്തെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം. ഓക്കെ, അന്നേരം വൺ സൈക്കിൾ ഓഫ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ വെൻ വൺ പെയർ ഓഫ് പോൾസ് പാസസ് ഓവർ ഇറ്റ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഒരു ആർമേച്ചർ കണ്ടക്ടർ പാസ് ചെയ്ത് പോകുന്നതിലേക്ക്, ആർമേച്ചർ കണ്ടക്ടറിൻ്റെ മുകളിൽ കൂടി പാസ് ചെയ്ത് പോകുന്നതിലേക്ക് ആർമേച്ചർ കണ്ടക്ടറിൽ ഒരു വൺ സൈക്കിൾ അവിടെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷൻ, EMFൻ്റെ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസി, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് ഓർമ്മിച്ച് നോക്കുക, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്സ്.
അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു ആൾട്ടർനേറ്ററിൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ആൾട്ടർനേറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോൾസിൻ്റെ എണ്ണം ഇപ്പോൾ 1 2 3 4 5 6 പോൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? 6 പോൾസ്. ഇത് N, ഇത് S, ദെൻ N S N S, ഇങ്ങനെയുള്ള 6 പോളുള്ള ഒരു ആൾട്ടർനേറ്ററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അന്നേരം ഈ കണ്ടക്ടർ ഫസ്റ്റ് കണ്ടക്ടർ ഇവിടെ ഉള്ളവരാണ് നമ്മൾ റൊട്ടേറ്റ് എ എന്നുള്ള പൊസിഷനിൽ നിന്നാണ് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുന്നതെന്നിരിക്കാം. അപ്പോൾ ഈ റോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ പോളൊക്കെ ചേർന്നിട്ടുള്ള ഇതിനെയാണ് റോട്ടർ എന്ന് പറയുന്നത്. ആർമേച്ചർ കണ്ടക്ടർ ഫിക്സഡ് ആയിരിക്കും ഇവിടെ. അന്നേരം ആർമേച്ചർ കണ്ടക്ടർ ഇവിടുന്ന് ഈ റോട്ടർ മൂവ് ചെയ്യുന്നേരം ഇവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫുൾ റവല്യൂഷനും കഴിഞ്ഞു വന്നിരിക്കുക. ഒരു ഫുൾ റവല്യൂഷൻ കഴിയുന്ന സമയത്ത് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ അല്ലേ? നെക്സ്റ്റ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ കംപ്ലീറ്റ് ചെയ്യുന്നേരം അടുത്ത സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു പെയറും കൂടി ഉണ്ട്. മൂന്നാമത്തെ പെയർ കഴിയുന്നേരത്തേക്ക് 3 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അന്നേരം ഇപ്പോൾ 6 പോളുള്ള ഒരു ആൾട്ടർനേറ്ററാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും? ഒരു റവല്യൂഷനിൽ 3 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. റവല്യൂഷൻ അന്നേരം നമുക്കിപ്പം ഒരു റവല്യൂഷനിൽ 3 സൈക്കിളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ റവല്യൂഷൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ RPM എന്ന് പറയില്ലേ, നമ്മളെപ്പോഴും പറയുക ഈ മോട്ടറിൻ്റെ കേസിലും അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ കേസിലും അവിടെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് എപ്പോഴും എന്താണ്? RPMലാണ്. റവല്യൂഷൻ പെർ മിനിറ്റാണ്. ഇപ്പം റവല്യൂഷൻ പെർ മിനിറ്റ് സപ്പോസ് 10 ആണെന്നിരിക്കുക. 10 തവണ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ 60 തവണ മൂവ് ചെയ്യുന്നു. നമുക്ക് അത് ഒരു ഇത് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് 60 തവണ മൂവ് ചെയ്യുന്നു. ഒരു റവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്നത് 60 ആണെന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ റവല്യൂഷൻ എടുക്കുന്നത് എന്തായിരിക്കും? 60/60 അല്ലേ? മിനിറ്റിൽ 60 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഉണ്ടാവുക? ഒരു പ്രാവശ്യം അല്ലേ? ഒരു പ്രാവശ്യമായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. അന്നേരം ഒരു പ്രാവശ്യം റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 ആണ്. ഇനിയിപ്പോൾ നമ്പർ ഓഫ് സൈക്കിൾസ് ജനറേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ? ഒരു റവല്യൂഷനിൽ ഉണ്ടാവുന്ന സൈക്കിൾസ് എന്ന് പറയുന്നത് 3 ആണ്. അന്നേരം 3 സൈക്കിൾസ് ജനറേറ്റ് ചെയ്യുന്നു ഒരു റവല്യൂഷനിൽ. റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ജനറേറ്റ് ചെയ്യുന്ന EMFൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ റവല്യൂഷൻ ഇൻറ്റു നമ്പർ ഓഫ് റവല്യൂഷൻ ഇൻ 1 സെക്കൻഡ്. അതാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി. ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റവല്യൂഷൻ പെർ സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അന്നേരം ഈ കേസിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിൽ 3 സൈക്കിൾ പെർ സെക്കൻഡാണ് ഒരു റവല്യൂഷൻ ഉണ്ടാകുന്നത്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന റവല്യൂഷൻ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ 3 × 1 3 സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ അത്രയും ഫ്രീക്വൻസി 3 ഹെർട്സ് ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് നമുക്കൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 പോള് കവർ ചെയ്ത് കഴിയുന്നവരാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സപ്പോസ് ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് നമ്മൾ P ആയിട്ട് എടുക്കുകയാണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് റവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്നത് N ആയിട്ട് എടുക്കുകയാണ്.
എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ പി എം. എൻ എന്ന് പറയുന്നത് ആർ പി എം എന്ന് പറഞ്ഞാൽ എന്താണ്? റെവല്യൂഷൻ പെർ മിനിറ്റ്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് 100 റെവല്യൂഷൻ അല്ലെങ്കിൽ 800 റെവല്യൂഷൻ, 1200 റെവല്യൂഷൻ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അത്രയും സ്പീഡിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. നേരെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഇപ്പം തന്നെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് 3 ഹെർട്സാണ് കിട്ടിയിരിക്കുന്നത്. ഒരു റെവല്യൂഷൻ പെർ മിനിറ്റ് 60 റെവല്യൂഷൻ പെർ മിനിറ്റ് ചെയ്യുന്നതിനകത്തേക്ക് തന്നെ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ഹെർട്സാണ്. പക്ഷേ നമ്മൾ സാധാരണ ജനറേറ്റ് ചെയ്യുന്ന എ സി വേവ് ഫോമിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സാണ്. നേരെ 50 ഹെർട്സ് കിട്ടുന്ന വിധത്തിൽ റെവല്യൂഷൻ നടത്തണം. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. സിങ്ക്രണസ് സ്പീഡ്. ഓക്കെ, നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് പി ആയിട്ട് എടുക്കുക. നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്നത് എൻ ആയിട്ട് എടുക്കുക. ഇനി ഫ്രീക്വൻസി ഓഫ് ജനറേറ്റഡ് ഇ എം എഫ് എഫ് ആയിട്ടാണ് എടുക്കുന്നത്. എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ജനറേറ്റഡ് ഇ എം എഫ് ഇൻ ഹെർട്സ്. ഇനി നമ്പർ ഓഫ് സൈക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 റെവല്യൂഷൻ ഓഫ് റോട്ടർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ ഓഫ് പോൾസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇപ്പം 3 പെയർ ഓഫ് 6 പോൾസ് ഉള്ള ഒരു ആൾട്ടർനേറ്റർ ആണെന്നിരിക്കുക. 6 പോൾസ് ഉണ്ടെങ്കിൽ എത്ര പെയർ ഓഫ് പോൾസ് ഉണ്ടാവും? 3 പെയർ ഓഫ് പോൾസ്. നേരെ ഓരോ പെയർ ഓഫ് പോളിലും ഉണ്ടാവുന്ന സൈക്കിൾ എത്രയാണ്? ഒരു സൈക്കിൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 3 പെയർ ഓഫ് പോൾ ഉണ്ടെങ്കിൽ എത്ര സൈക്കിൾ അവിടെ ജനറേറ്റ് ചെയ്യും? 3 സൈക്കിൾ അവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അന്നേരം നമ്മൾ പെയർ ഓഫ് പോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്പർ ഓഫ് സൈക്കിൾസ് വരുന്നത്. ഇനി നമ്പർ ഓഫ് സൈക്കിൾസ് പെർ റെവല്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒരു റെവല്യൂഷനിൽ ഉണ്ടാവുന്ന സൈക്കിൾ എന്ന് പറയുന്നത്. എന്നാൽ ആൾട്ടർനേറ്റർ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ഉണ്ടാവുന്ന സൈക്കിൾസ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ഡിവൈഡ് ബൈ 2 കണ്ടാൽ മതി. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 6 പോൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സൈക്കിളാണ് ഒരു റെവല്യൂഷനിൽ കിട്ടുക? 3 എണ്ണം. എങ്ങനെയാണ് അത് കിട്ടുക? 6/2 3. ഇപ്പോൾ 8 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 8/2 4 കിട്ടും. അതുകൊണ്ട് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ റെവല്യൂഷൻ എത്രയായിരിക്കും? P/2, where P is the number of poles in the alternator. ആൾട്ടർനേറ്ററിലുള്ള പോളിനെയാണ് P എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ്. സെക്കൻഡ് എന്നല്ല, പെർ സെക്കൻഡ്. നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ മിനിറ്റ് എൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എൻ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഒരു മിനിറ്റിൽ നടക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? n/60 ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം 600 ഇവിടെ നമുക്ക് RPM എന്ന് പറയുന്നത് 600 ആണെന്നിരിക്കുക. RPM എന്ന് പറഞ്ഞാൽ എന്താണ്? 600 RPM എന്ന് പറഞ്ഞാൽ എന്താണ്? റെവല്യൂഷൻ പെർ മിനിറ്റ് അല്ലേ. ഇനി ഈ 600 RPM ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് RPS കാണണമെങ്കിൽ എന്താണ് വേണ്ടത്? 600 ഡിവൈഡ് ബൈ 60 എത്രയാണ് വരിക? 10 അല്ലേ. ഒരു സെക്കൻഡിൽ നടക്കുന്ന റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും. 600 RPM ഉള്ള ഒരു ആൾട്ടർനേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്കത് കിട്ടിയത്? ഒരു സെക്കൻഡിൽ നടക്കുന്ന RPS എങ്ങനെയാണ് കിട്ടിയത്? ഡിവൈഡ് ബൈ 60. ഇപ്പോൾ n RPM ആണെങ്കിൽ RPM n ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെവല്യൂഷൻ പെർ സെക്കൻഡ് എത്രയായിരിക്കും? n/60 ആയിരിക്കും. ഇനി ഫ്രീക്വൻസി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് പെയർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ്. ഫ്രീക്വൻസി ഈക്വൽ ടു അവിടെ നമ്മൾ എഴുതുന്നേരം ഫ്രീക്വൻസി ഈക്വൽ ടു നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 റെവല്യൂഷൻ. നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 റെവല്യൂഷൻ അതെത്രയാണ് നമ്മൾ പറഞ്ഞു? P/2 അല്ലേ. 1 റെവല്യൂഷൻ ഇൻറ്റു എന്താണ്? RPS ഇൻറ്റു RPS. RPS എന്ന് പറഞ്ഞാൽ എന്താണ്? RPM ഡിവൈഡ് ബൈ 60. RPM ഡിവൈഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 റെവല്യൂഷൻ ഈക്വൽ ടു P/2.
ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ഡിവൈഡ് ബൈ 2 കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര സൈക്കിൾ ഒരു റവല്യൂഷനിൽ ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാം. ഇനി n/60 എന്ന് പറഞ്ഞാൽ എന്താണ്? RPS, റവല്യൂഷൻ പെർ സെക്കൻഡ്. നേരെ ഒരു സെക്കൻഡിൽ നടക്കുന്ന റവല്യൂഷനും ഒരു റവല്യൂഷൻ ഉണ്ടാകുന്ന സൈക്കിളും കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രീക്വൻസി കിട്ടും. So frequency equal to P into N divided by 120. It is a fixed relation for every alternator. All alternator, ഏത് ആൾട്ടർനേറ്റർ എടുക്കുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P into N divided by 120 എന്നാണ്. P into N divided by 120 എല്ലാ ആൾട്ടർനേറ്ററിൻ്റെ എന്താണ്? എല്ലാ ആൾട്ടർനേറ്ററിൻ്റെ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P into N divided by 120 എന്നാണ്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് ഇപ്പം നമുക്കറിയാലോ. ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ റവല്യൂഷൻ എന്ന് പറയുന്നത് P/2 ആണ്. വേർ P ഈസ് ദി നമ്പർ ഓഫ് പോൾസ്. നമുക്കറിയാം നമ്പർ ഓഫ് പോൾസ് ഇപ്പോൾ 6 ഉണ്ടെങ്കിൽ 3 സൈക്കിളാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. 8 ഉണ്ടെങ്കിൽ 4 സൈക്കിൾ ഒരു റവല്യൂഷനിൽ ജനറേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാലോ. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നോർത്ത് പോളിൽ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തിലാണ് ജനറേറ്റ് ചെയ്യുന്നത്? സൗത്ത് പോളിൽ. അങ്ങനെ 2 പെയർ ഓഫ് പോൾസ് ഒരു പെയർ ഓഫ് പോൾ ഉണ്ടാകുന്നേരം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്ററിൽ എത്ര പോളുണ്ടോ അത് ഡിവൈഡ് ബൈ 2 ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾസ് പെർ റവല്യൂഷൻ ഉണ്ടാവുക. ഇനി നമുക്കറിയാം ഇത് റവല്യൂഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന RPM-നനുസരിച്ചിട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇനിയിപ്പോൾ RPM എന്ന് പറയുന്നത് 600 ആണെങ്കിൽ അതിന് എന്താണ് ഒരു സെക്കൻഡിൽ കാണണം. കാരണം നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡാണ്. നേരെ ഒരു പ്രാവശ്യം മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂങ്കിൽ P/2 ആയിരിക്കും എന്തായിട്ട് വരിക? ഫ്രീക്വൻസി ആയിട്ട് വരിക. ഇനിയിപ്പോൾ റവല്യൂഷൻ്റെ എണ്ണം കൂടുകയെന്നിരിക്കുക. ഒരു സെക്കൻഡിൽ തന്നെ ഒരുപാട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആർമേച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ആർമേച്ചർ അല്ല ആൾട്ടർനേറ്റർ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രീക്വൻസിൻ്റെ ഇതും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻസിയും ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് n/60 ആണ്. റവല്യൂഷൻ പെർ മിനിറ്റ് n ആവുന്നേരം റവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് n/60 ആയിരിക്കും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് EMFൻ്റെ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. So the fixed relation between frequency, pole and speed, revolution speed, and this speed is called synchronous speed. എന്തുകൊണ്ടാണ് synchronous speed എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയും ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് പോൾസും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ സ്പീഡിൽ വേണം നമ്മൾ ആർമേച്ചറിൻ്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ. ഓക്കെ. So n is known as synchronous speed because it is the speed at which an alternator must run to generate EMF of the required frequency. അന്നേരം നമുക്കിപ്പോൾ 60 ഹെർട്സ് ഫ്രീക്വൻസി ഇൻ ദ യൂണിറ്റ് ഓഫ് ദ ഫ്രീക്വൻസി ഈസ് ഹെർട്സ്. സോ 60 ഹെർട്സിൽ ഒരു ആൾട്ടർനേറ്റർ ഒരു EMF ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 8 പോളുള്ള ഒരു ആൾട്ടർനേറ്റർ ആണെങ്കിൽ നമ്പർ ഓഫ് റവല്യൂഷൻസ് ഇത്ര ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. F = Pn/120. അപ്പോൾ നമുക്ക് ഓക്കെ, സപ്പോസ് നമുക്ക് വേണ്ടിയിരിക്കുന്ന F എന്ന് പറയുന്നത് 60 ഹെർട്സ് ആണ്. ഫ്രീക്വൻസി ഓഫ് ജനറേറ്റഡ് EMF 60 ഹെർട്സ് ആണ്. നമ്പർ ഓഫ് പോൾസ്, സപ്പോസ് നമ്പർ ഓഫ് പോൾസ് P = 6 ആണെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ സിങ്ക്രണസ് സ്പീഡ് n നമ്മൾ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ സിങ്ക്രണസ് സ്പീഡ് ഇൻ RPM? സിങ്ക്രണസ് സ്പീഡ് ഇൻ RPM എത്രയാണെന്ന് വരുവാൻ നോക്കണം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് F = P × N/120 എന്നാണ്.
പി എന്ന് പറയുന്നത് 6 ആണ്. എൻ നമുക്കറിയില്ല, എൻ അങ്ങനെ തന്നെ വെക്കുക. ദെൻ 120 ഈക്വൽ ടു 60. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. Pn/120 ഈക്വൽ ടു 60 കിട്ടണം. ഓക്കെ, ഒന്നും കൂടി എഴുതാം. F ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 6, n നമുക്ക് കണ്ടുപിടിക്കണം, ഡിവൈഡ് ബൈ 120 ഈക്വൽ ടു 60 ഹെർട്സ്. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ n ഈക്വൽ ടു 120 അങ്ങോട്ടേക്ക് എടുക്കുക. അന്നേരം 120 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 6 എന്ന് വരും അല്ലേ? ഓക്കെ, 120 ഇൻറ്റു 60 പോയി കഴിഞ്ഞാൽ 10. അന്നേരം RPM വേണ്ട എത്രയാണ്? 1200 RPM വേണം. ഇനിയിപ്പോൾ നമുക്ക് പോളിൻ്റെ എണ്ണം മാറ്റിയിട്ട് എത്ര RPMൽ കറങ്ങാം എന്ന് പറയാം. ഇപ്പോൾ 6 പോളുള്ളത് കൊണ്ടാണ് ഇവിടെ n എത്ര കിട്ടിയത്? 1200 കിട്ടി. ഇനി 12 പോളുണ്ടെന്ന് ഇരിക്കാം. 12 പോളുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? എന്തായിരിക്കും വരിക? നമുക്ക് കണ്ടുപിടിക്കാം. F ഈക്വൽ ടു 12 പോളാണെന്നിരിക്കുക. F ഈക്വൽ ടു 12 ഇൻറ്റു n ഡിവൈഡ് ബൈ 120. ഫ്രീക്വൻസി അത് തന്നെ 60 ഹെർട്സ് തന്നെ. അങ്ങനെയാണെങ്കിൽ n എന്തായിരിക്കും വരിക? n ഈക്വൽ ടു 120 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 12. നേരെ എത്ര വരിക? 10. RPM ഇപ്പോൾ എന്തായി? പകുതിയായി ഇല്ലേ? നമ്പർ ഓഫ് പോൾസ് കൂടുന്തോറും എന്താണ്? നമ്പർ ഓഫ് പോൾസ് കൂടുന്തോറും RPM കുറഞ്ഞു വരും. കുറഞ്ഞ RPM ഉണ്ടാകുന്നതിന് തന്നെ നമുക്ക് വേണ്ട ഫ്രീക്വൻസി കിട്ടും. അന്നേരം പോൾസിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദി ആൾട്ടർനേറ്റർ ഷുഡ് ബി ലെസ്. ഇപ്പോൾ പോൾസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കണം. അന്നേരം പോൾസിൻ്റെ എണ്ണം കൂടുതലുള്ള നമ്മളിപ്പോൾ ടർബൈൻ ജനറേറ്ററെല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വലിയ ടർബൈൻ ജനറേറ്ററിൻ്റെ സ്പീഡ് അധികം വേണ്ട, വളരെ കുറഞ്ഞ സ്പീഡാകുന്നതിന് നമുക്ക് വേണ്ട ഫ്രീക്വൻസി അത് ജനറേറ്റ് ചെയ്യും. കാരണം ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് 600 RPM. നമുക്ക് മനസ്സിലായില്ലേ? പകുതി സ്പീഡേ വേണ്ടു. 6 പോളുള്ള ആൾട്ടർനേറ്ററിനേക്കാളും പകുതി സ്പീഡ് മാത്രമേ വേണ്ടൂ 12 പോളുള്ള ആൾട്ടർനേറ്ററിന്. അന്നേരം ഈ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിങ്ക്രണസ് സ്പീഡ്. സോ ഈ ഒരു ഇക്വേഷൻ എന്നാണ് Pn ഡിവൈഡ് ബൈ 120 ഈക്വൽ ടു F. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ EMFൻ്റെ ഇക്വേഷൻ പഠിക്കുന്നേരോ ഈ എഫിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എഫ് എന്ന് പറയുന്നത് Pn/120 ആണെന്നുള്ള അറിയണം. അന്നേരം ആ ഇക്വേഷൻ വെച്ചിട്ടാണ് EMF ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.